ഹലോ. ആദ്യം തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പരക്കുന്നുണ്ട്, ഭയങ്കര വിവാദമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കട്ടേല സ്കൂളിൽ വി മുരളീധരൻ കുട്ടികൾക്ക് മിഠായി, അതായത് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് മിഠായി ഡെസ്കിൽ ഇങ്ങനെ വിതരണം ചെയ്ത ഒരു വീഡിയോ ആണ് ഭയങ്കരമായിട്ട് വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് വരാം. ഞാൻ എന്തായാലും വിവാദം ഉണ്ടാക്കാൻ വന്നതല്ല. അപ്പോൾ വി ശിവൻകുട്ടിയും വീണ ജോർജും അതുപോലെ തന്നെ റഹീമും അങ്ങനെ കുറേ പേര് ഇതിൽ വിമർശനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയിൽ വി മുരളീധരൻ്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രി തുളസിയും ഇതിനെ വിമർശിക്കുന്നതായി കണ്ടു. അപ്പോൾ മന്ത്രിയോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ വി മുരളീധരനെ തെറ്റിദ്ധരുത്തണമായിരുന്നു. കാരണം ഇങ്ങനെ ചെയ്യരുത്, കുട്ടികൾക്ക് കയ്യിൽ എടുത്തു കൊടുത്തൂടെ എന്ന് ആ സ്പോട്ടിൽ പറയണമായിരുന്നു. പിന്നെ ഈ വീഡിയോ ലീക്കായതിനു ശേഷം മന്ത്രി ചിരിക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ അതിലൂടെ പ്രചരിക്കാം. അപ്പോൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതും വിമർശിക്കാം. അപ്പോൾ ഈ വീഡിയോ ലീക്കായതിനു ശേഷം എന്താ പറയണ്ടേ, ഇതിനെ വിമർശിക്കുന്നത് അത് ശരിയല്ല. കാരണം നമുക്കറിയാം, എതിർ പാർട്ടികളുടെ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അതിനിങ്ങനെ ചൂഴ്ന്നെടുത്ത് വിമർശിക്കാൻ കിട്ടുന്ന ഒരു അവസരം മുതലാക്കി എന്ന് എനിക്ക് ഈ വിവാദത്തിനോട് പറയാം. കാരണം പോകുന്നത്, അതായത് വി മുരളീധരൻ മാടമ്പിമാരെ പോലെ പെരുമാറി ഇങ്ങനെയൊരു വി മുരളീധരൻ ഓർമ്മിപ്പിച്ചത് ജീർണിച്ച വർണ്ണ വ്യവസ്ഥയെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അയിത്തം, കുട്ടികളെ തൊട്ടുകൂട്ടായ്മ അയിത്തമാണോ വി മുരളീധരന് എന്നുള്ള രീതിയിലൊക്കെയാണ് ഭയങ്കരമായിട്ട് വിവാദം പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല വി മുരളീധരൻ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. കാരണം ആ പ്രവേശനോത്സവത്തിന്റെ വീഡിയോ, വേറെ പല വീഡിയോകളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്, അതിൽ കുട്ടികളോട് സംസാരിക്കുന്നതും കുട്ടികൾക്ക് കൈ കൊടുക്കുന്നതും കൊഞ്ചിക്കുന്നതും ഒക്കെ വീഡിയോ അതിലുണ്ട്. അപ്പൊ അങ്ങനെ അയിത്തമുള്ള വി മുരളീധരൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ വി മുരളീധരൻ തന്നെ ഇങ്ങനെ ഒരു വിശദീകരണം നൽകണം, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ലേ ചെയ്തത്, അതായത് ഈ പരിപാടി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് മിഠായി പാക്കറ്റ് ഇങ്ങനെ തട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വി ശിവൻകുട്ടി പറയുന്നത് കുട്ടികൾക്ക് എന്തുകൊണ്ട് കയ്യിൽ എടുത്തു കൊടുത്തുകൂടാ എന്ന് ചോദിക്കുമ്പോൾ അതും ശരിയാണ്, കുട്ടികൾക്ക് എടുത്തു കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ഇത് ചെയ്തതിനെ കൊണ്ട് ഇത് ഭയങ്കര അപരാധമായിട്ട് എനിക്ക് തോന്നിയില്ല എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ഞാൻ വി മുരളീധരനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതല്ല, പക്ഷെ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അതായത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നതും കാണുന്നതും എന്നുള്ളതാണ് ഇതിൽ പ്രശ്നം. കാരണം വി മുരളീധരൻ അങ്ങനെയൊന്നും ചിന്തിച്ച് കാണില്ല, പക്ഷെ മറ്റൊരാൾക്ക് ഇതൊരു തെറ്റായിട്ട് കാണാം. അതാണ് എനിക്ക് ഈ വിവാദമായി മാറാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തട്ടോ. ബൈ.